ഹലോ ഗായ്സ്, എല്ലാം മച്ചാമാർക്ക് ഒരു ഗെയിമർ ഗസ്റ്റ് വെച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ബാക്കിയൊരു സാധനം കണ്ടായിരിക്കും. ഇത്രയും നാൾ വീഡിയോ വരാതിരുന്നതിൻ്റെ കാരണം അത് തന്നെ, ആ ടവർ. ഞാനങ്ങനെ ആ ടവർ ഉണ്ടാക്കി. കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് എഫേർട്ട് എടുത്താണ് ഉണ്ടാക്കിയത്. ഈ സംഭവം അങ്ങ് മുകളിൽ വരെ ഉണ്ട്, എനിക്ക് അങ്ങ് വരെ ഉണ്ട്. ഈ സംഭവം ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കിയത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ അത് സർപ്രൈസ് ആക്കി വെച്ചിരുന്നതാണ്. അതെ, നമ്മൾ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാനാണ് ഈ സാധനം വെച്ചിരുന്നത്. അതിനായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കുറേ ഷുഗർ കെയിൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നോക്കിയേക്കണം കുറേ പശുക്കൾ എൻ്റെ വെട്ടാൻ കാത്തു നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കുന്നതാണ്. ഇവരെല്ലാത്തിനും വെട്ടിക്കൊണ്ടേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കയ്യിൽ നോക്കിയാൽ എനിക്കിപ്പോൾ കാണാം ഇത്രയും ഷുഗർ കെയിൻ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബൈ ദ ബൈ കുറേ ലാവാ ബക്കറ്റ് നമ്മൾ കളക്ട് ചെയ്തു. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ലാവാപ്പൂൾ ഉണ്ടായത് വെള്ളത്തിനടിയിലായിട്ടൊക്കെ വരും. അവിടെ നിന്ന് ചെറിയ ലാവാപ്പൂളാണ്, ഏകദേശം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. 2 ബക്കറ്റൊന്നുമില്ല, ഇവിടെ 1 2 3 4 5 6 7 ബക്കറ്റോളം കിട്ടി. ഏകദേശം 7 ബക്കറ്റോളം കിട്ടി. നമ്മൾ ബ്രീഡർ ഇപ്പോഴത്തെ വർക്ക് ആവുന്നുണ്ട്. ബൈ ദ ബൈ അതിനകത്ത് 2 വർക്കുള്ള വില്ലേജസ് കിടക്കുന്നു. ഒന്ന് എൻ്റെ മറ്റേ സ്റ്റോൺ കട്ടറിലെയും ഒന്ന് എൻ്റെ അവിടുത്തെ കമ്പോസ്റ്ററിലെയും ആണ്. അതായത് ഇപ്പോൾ ഇവിടെ ഞാനൊരു കമ്പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേ ആയിരുന്നു. ഇതോ അവിടെ ഞാനൊരു കമ്പോസ്റ്റർ വെച്ചിട്ടുണ്ട്, അതിലായിരുന്നു. പിന്നെ അവിടെ ഒരു വാണ്ടറിങ് റൈഡർ ഒന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, അതിൻ്റെ നല്ലതൊന്നുമില്ല. ഇന്നൊരു റെക്കോർഡ് ചെയ്യാൻ സമയമില്ലാത്ത ദിവസമാണ്, എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത ദിവസമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണാം, ഇവിടെ മൊത്തം ജസ്റ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ബൈ ദ ബൈ ഇതിനകത്ത് ബൈ ദ ബൈ ഞാൻ അങ്ങ് കുഴിച്ച് കുറേ വീറ്റ് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ ദ ബൈ കുഴിച്ചങ്ങ് അടിവാരം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിവാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഡീപ്പ് സ്ലേറ്റ് വരെ എത്തിയിട്ടുണ്ട്. അവിടെ 2 ഡയമണ്ടും കണ്ടു ഞാൻ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു നല്ലൊരു എപ്പിസോഡാണെന്ന് ചോദിച്ചാൽ ആണ്. ഇന്നൊരു നല്ല എപ്പിസോഡാണ്. ഇന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു എപ്പിസോഡുകൾ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഞാൻ ഇത് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്തോ, ഞാൻ കുറേ ലീവ്സ് കാര്യങ്ങളൊക്കെ വെച്ചു. ഇത് എനിക്ക് എന്താ ഒരു പഴയ പൊളിയാറായ ഒരു വീടിൻ്റെ ലുക്ക് വരാനാണ്. പായലൊക്കെ പിടിച്ച് ഇലയൊക്കെ വന്നൊരു പഴയ വീട്, ആ ലുക്ക് വരാനാണ് ഞാൻ ഈ ഒരു രീതി ചെയ്തേക്കുന്നത്. സൈഡിൽ ഫാമിലായിട്ട് കാണാം, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കാത്ത ഇതൊക്കെ ആവാൻ. വൈ നമ്മുടെ ഇതുണ്ടാക്കാനുള്ള പണി നമുക്ക് നേരെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഫസ്റ്റ് ആദ്യത്തെ കാര്യം, ആദ്യം തന്നെ നമ്മുടെ പശുക്കളെയൊക്കെ വെട്ടിക്കൂട്ടാം. പശുക്കളെയൊക്കെ വെട്ടിക്കൂട്ടാം നമുക്ക്. ലെതറൊക്കെ അതിനകത്ത് വീണ് കാണും, അതൊക്കെ നമുക്ക് വാരാം. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വെട്ടിക്കൊല്ലുന്നതാണ് ഇച്ചിരി കൂടെ എളുപ്പം. ഇങ്ങനെ വെച്ച് ഒരു രീതിയിൽ വെച്ച് വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഈ വലിയ പശുക്കളെ ആകത്തുള്ളൂ. അതുകൊണ്ട് അത് നല്ലതാണ്. ഓക്കേ, നമ്മൾ കുറേ ഇവിടെ വിടാണ്ട് നിന്നല്ലേ, നിന്നെയാണിത്. ഓക്കെ, അത് അവിടെ വയ്ക്കാം. ആ വീഴ്ചയുടെ ദൂരെ പോർന്നു. ഓക്കെ, നമ്മളെപ്പോഴും അതിനെ ഉപദ്രവിക്കരുത്, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതിന്. എത്ര ലെതർ കിട്ടി? കുറച്ച് ലെതർ കിട്ടി കാണത്തോളം നോക്കാം. ഒരു 20 ലെതറോളം കിട്ടി. ഇനി ബാക്കി നമുക്ക് ഇവന്മാരെയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാം. ഇവന്മാരെ ഏതൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കുക. അതുവരേക്കും കേറാ കൊച്ചുങ്ങളെ, കുരുപ്പുകളെ കേറാ. ഇവന്മാർ പുറത്തിറങ്ങുകയും ചെയ്തു. ഇനി ഇവന്മാരെ കൊണ്ടൊരു ഉപയോഗമില്ല. എനിക്ക് തിരിച്ച് കയറ്റാനും വയ്യ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും അവന് ഹെൽത്ത് മറ്റേ എന്തിയെ വേണ്ടേ വാടാ കുട്ട. ഇവൻ കയറുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അവനെ റോസ്റ്റ് ചെയ്തു. ഇനി ചെസ്റ്റ് ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് ഗ്രൈൻഡ് ചെയ്യുന്ന തുടങ്ങിയേക്കാം.
ആദ്യത്തെ കാര്യം ആദ്യം നമ്മുടെ ഇത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഇപ്പോൾ ഹെഡ്സെറ്റ് വയ്ക്കാതാണ് കുറച്ച് നാളായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ആണ്, ക്ഷമിക്കണം. ഒരെണ്ണം ഇപ്പം തന്നെ ഇതിനകത്തുനിന്ന് വലുതായി. സൗമാർ അങ്ങനെ വലുതായി. ബ്രീഡാവ് അതോടെ ബ്രീഡാവട്ടെ. ഇവനെ ഒരെണ്ണം കൊടുത്തേക്കാം, ഇവനൊരെണ്ണം കൊടുത്തേക്കാം. ഇവനെ ഫീഡ് ചെയ്യട്ടെ, എന്നാലും ഇവൻ വളർത്തോളൂ. ഞാൻ തിന്നട. ഓക്കെ ഓക്കെ, അവന്മാരെ നന്ദി. ഇനി ഇവനെ ബ്രീഡ് ചെയ്യാം. അങ്ങനെ അത് സെറ്റായി. ഇനി അതും അവനും പിന്നെ ആരുമായിട്ടോ ഭയങ്കരമായിട്ടൊക്കെ ബ്രീഡ് ചെയ്യാം. കൊച്ചു വിരുപ്പുകൾ വല്ലതും ഉണ്ടോ നോക്കട്ടെ എൻ്റെ ഇടയിൽ. ആർക്കൊക്കെ വേണം ഇനി? ഓക്കെ, വീടായി. കൊച്ചുരുപ്പുണ്ടായി. വീട് 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 കുറേ കൊച്ചുരുപ്പുണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചേറെ ഗ്രാൻഡ് ചെയ്ത് കുറേ പേരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം അങ്ങ് അടിച്ച് വന്നേക്കാം. ഇത് ഇനി ഇതിനകത്ത് ഒരെണ്ണം കിടപ്പുള്ളൂ, അതിനെ അവിടെ തന്നെ നിർത്തണം, നല്ല വിഷയമാവും. രാത്രി ആവാറായി, നമുക്ക് പാടാനുള്ള സമയമായി. കിടന്നുറങ്ങിയേക്കാം. ഇപ്പം നമ്മുടെ കറണ്ട് നമ്മുടെ കയ്യിൽ 27 ലെതർ കിട്ടിയിട്ടുണ്ട്. ആ ലെതർ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. വുഡ് ഉണ്ടോ കയ്യിൽ? അതും കൂടെ ഒന്ന് നോക്കണം. വുഡെല്ലാം എടുത്തിട്ട് ആ ടവറും പണിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പണിഞ്ഞ് വുഡിന് ഇച്ചിരി ക്ഷാമമുണ്ട് നമുക്ക്. ഇവിടെ അടുത്ത താഴെ നട്ട് വെച്ചിട്ടുണ്ട്, എന്നാലും മടി പോയി ഗ്രൈൻഡ് ചെയ്യാം. പേപ്പർ എങ്ങനെയായിരുന്നു ഉണ്ടാക്കണ? മറന്നും പോയില്ലേ? പേപ്പർ ഉണ്ടാകുന്നുണ്ട് അവിടെ. എനിക്ക് 15 ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് എത്ര ബുക്ക് ഷെൽഫ് വരെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. 27 ബുക്ക് ഷെൽഫ് വരെ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് എല്ലാം എടുത്ത് വെച്ച് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. മൂന്ന് ബുക്ക് ഷെൽഫേ ഉണ്ടാക്കാൻ പറ്റത്തോളാ. അയ്യേ, ബ്ലാങ്കാക്കി. ഇനി 2 ബുക്ക് ഷെൽഫും കൂടെ ഉണ്ടാക്കാം. 5 ബുക്ക് ഷെൽഫായി. ഇനി വുഡ് വല്ലതും ഉണ്ടാ മക്കളുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ വുഡില്ല. ഇതിനകത്ത് വുഡ് 4 വുഡില്ല. ഇതിനകത്ത് അല്ലേലും വുഡില്ല. ഇതിനകത്ത് വുഡില്ല. ഒന്നിലും വുഡില്ല. വുഡ് പോയി മൈൻ ചെയ്യണം. അപ്പം ഞാൻ വരുന്ന വുഡും മൈൻ ചെയ്തിട്ട് വരാനൊന്നുമില്ല. ഡയമണ്ടിൻ്റെ സോഡാണ്, ഡയമണ്ടിൻ്റെ ആക്സ് ആയതുകൊണ്ട് ഇപ്പം തീരും പ്രശ്നം കാര്യങ്ങളെല്ലാം.
ആദ്യമേ ഇതാണ് കാരണവരൊക്കെ പറയുന്ന, ആദ്യമേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യം വരില്ല. അതുകൊണ്ട് ആദ്യമേ ഗ്രൈൻഡ് ചെയ്ത് കേവിലൊക്കെ ഇറങ്ങി. എൻ്റെ ആദ്യത്തെ വീടൊക്കെ നഷ്ടപ്പെട്ടു, അതൊക്കെ അറിയാമായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെയൊക്കെ എത്തിപ്പെട്ടത്. ഈ ഒരു സീരീസ് തന്നെ അങ്ങനത്തെ ഒരു സീരീസാണ്. എനിക്കിവിടെ ആദ്യമൊന്നും ഇതിനകത്ത് ഞാൻ കോർഡിനേറ്റ്സ് ഇട്ടിട്ടല്ലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആ കഥയൊക്കെ ഞാൻ പറയാം. ബൈ ദ വേ, ഞാൻ ആദ്യം ഇതിനകത്ത് കോർഡിനേറ്റ്സ് ഒന്നും ഇട്ടിട്ടല്ലായിരുന്നു കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങോട്ട് പോയാലും വീട്ടിലോട്ട് പോകാനുള്ള തിരിച്ചുള്ള വഴിയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് വലുതായിട്ടൊന്നും ആയില്ലായിരുന്നു. ബൈ ദ വേ, ഒരു ചെറിയ ബേസൊക്കെ ഉണ്ടാക്കി ആ ഒരു സെറ്റപ്പൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അയൺ ആർമറൊന്നും ആയില്ലായിരുന്നു. ആ സമയത്തൊക്കെയാണ് സംഭവിച്ചത്. ഞാൻ ഇതാണെങ്കിൽ ഒരു അയൺ ലെഗിൻസ് ആയെന്നാണ് എൻ്റെ ഓർമ്മ. അയൺ ലെഗിൻസോ ഹെൽമെറ്റോ അങ്ങോട്ടായിരുന്നു, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഈ ഇതിനകത്ത് ഞാൻ അങ്ങനെ പോയപ്പോൾ ഒരു കേവ് കണ്ട്. എനിക്ക് സാധനങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കേവിൽ ഇറങ്ങിയ സാധനങ്ങളെല്ലാം ഗ്രൈൻഡ് ചെയ്തത്. അങ്ങനെ ഗ്രൈൻഡ് ചെയ്തപ്പോഴാണ് ശരിക്കും തിരിച്ചിട്ട് വീട്ടിലോട്ട് പോകാനുള്ള വഴിയായിരുന്നു. ഞാൻ നടന്ന് കുറേ ആയി. ആകെ എൻ്റെ ഉള്ളത് 6 ഡയമണ്ടും കുറച്ച് അയണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതെങ്കിൽ ഇതുകൊണ്ട് വീട്ടിൽ പോവാത്. അപ്പം കാണാൻ എനിക്ക് വീട്ടിൽ പോകാനുള്ള വഴി അറിഞ്ഞുകൂടാ. ഇരിക്കുന്ന അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പണ്ടുള്ളവർ പറയുന്നത് കോർഡിനേറ്റ്സ് ഇട്ടിട്ട് കളിക്കണം, അല്ലേ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മളത് എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ തൊട്ട് ഞാൻ ഇവിടെ ഒരു ബേസൊക്കെ ഉണ്ടാക്കി. നമ്മുടെ സാധനങ്ങളെല്ലാം ടൂൾസൊക്കെ 6 ഇതൊന്നും ഞാൻ 6 ഡയമണ്ട് ആയപ്പോഴാണ് എനിക്ക് വീട്ടിലോട്ട് പോകാൻ വഴിയൊന്നും അറിഞ്ഞുകൂടാഞ്ഞത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടമാനം ഡയമണ്ട് ഉണ്ട്. കണ്ടമാനം വെച്ചാൽ ആർമർ ഉണ്ടാക്കാനൊന്നും ഇല്ലായിരുന്നു, ടൂൾസ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ 6 ഡയമണ്ട് ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. അതിൽ നിന്നും ബാക്കി കുറച്ച് ഡയമണ്ട് കാണണം ഇതിനകത്ത്. ഓക്കെ, കറക്റ്റ് 3 ഉണ്ട്. ഞാൻ താഴെ 2 ഡയമണ്ട് കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു. അതും കൂടെ എടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതുവരെ മതി. ഇതും നമുക്ക് ഒരു പറ്റ് വെള്ളവും വേണം. പിന്നെ ഞാൻ ഇവിടെ ഒരു പോണ്ട് ഉണ്ടാക്കി. നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. കുറേ ദിവസമായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്, അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം മറന്നുപോയി. ഞാൻ ഇവിടെ ഒരു പോണ്ടുണ്ടാക്കി. പോണ്ടിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഇതങ്ങ് ഒഴിക്കാം. ഞാൻ വെള്ളം എടുക്കാം. ഇത് 3 ഉള്ളൂ. അത് നിങ്ങൾ മൈൻഡ് ചെയ്തെടുത്തേക്കാം. 3 ഒബ്സിഡിയനേ ഉള്ളു ആകെ. കുറേ ലാവൊക്കെ ഒഴിച്ചായിരുന്നു. എവിടെ പോയി എന്തോന്നൊന്നും ഉണ്ടായില്ല. അടുത്ത എപ്പിസോഡിൽ നോക്കാം ഗൈസ്. നമുക്ക് ഒരു ലാവാ ഫാം ഉണ്ടാക്കാം. ലാവാ ഫാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇതിപ്പോൾ ലാവാ ഫാം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതും കൂടി ഞാൻ നെതറിൽ പോയിട്ട് വേണം കുറച്ച് പരിപാടികളൊക്കെ ഒപ്പിക്കാൻ. നമ്മുടെ ഒരു ബുക്കും കൂടെ വേണമായിരുന്നു. നമ്മുടെ ബുക്കിനുള്ളതില്ല. അപ്പം ഇനിയും ലെതർ വേണമായിരിക്കുമല്ലോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ വീട്ടും ഇല്ല. അതാ വയ്ക്കുന്നൊരുത്തൻ ഞാൻ വിളിക്കുന്നു. പോയി അവിടെ നമ്മൾ ലെതർ ചെസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയില്ലായിരുന്നു. അങ്ങോട്ട് നോക്കാം. ലെതർ ചെസ്റ്റിൽ ഉണ്ട് 4 ലെതർ ഇരിപ്പുണ്ട് ചെസ്റ്റ്. വാവ്. പിന്നെയാണ് ഞാൻ ലെതറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പേപ്പർ ഉണ്ടാക്കാൻ ഷുഗർ കെയിൻ ഉണ്ടോ? അതില്ലാന്ന് തോന്നുന്നു. ഇല്ല 2 ഷുഗർ കെയിൻ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് 2 പേപ്പറിലേ ഉണ്ടാക്കാൻ പറ്റൂ.
ഇല്ല, പേപ്പർ ഉണ്ട് എൻ്റെ കയ്യിൽ. എന്തുവാ പറയുന്നേ, ഞാൻ എന്തൊരു പൊട്ടനാ. പേപ്പർ ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ വീണ്ടും 15 പേപ്പർ എൻ്റെ ഇരിപ്പുണ്ട്. ഇത് അയ്യോ, ഒരു ഷുഗർ ഉണ്ടാക്കി. കുഴപ്പമില്ല, പേപ്പർ ഒന്നും ഉണ്ടാക്കണം. 3 ഇതും കൊണ്ടാണ് 3 എണ്ണം ഉണ്ടാക്കുന്നത്. ഇത് അച്ചോടാ 4 ഒബ്സിഡിയനാണ് വേണ്ടുന്നേ. അപ്പോൾ 4 ഒബ്സിഡിയനും. ഓക്കെ ഗൈസ്, ജിംബൂമ്പ ഇങ്ങനെ നമ്മൾ വീണ്ടും അവിടെ ആ സ്ഥലത്ത് പോയി വീണ്ടും ഇതെടുത്തോണ്ട് വന്ന്. ഇനി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി ഒരു ബുക്കും കൂടെ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുണ്ടാക്കണം. യെസ് ബ്രോ, യെസ്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ എൻചാൻറ്റിങ് ടവറിന് വേണ്ടി നമ്മളൊരു ബുക്ക് സർവീസ് ഒപ്പിച്ചേക്കുകയാണ്. ഇത് എവിടെ വെക്കുന്നേ? ഓക്കെ, ഇവിടെ നിന്ന് തോന്നി. നല്ല വെട്ടം. എല്ലാ ബുക്കിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. ലാപ്പീസ് അട്ടോളി വേണം. കിട്ടിയെന്ന് തോന്നുന്നു ലാപ്പീസ് അട്ടോളി. ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ലാപ്പീസ് അട്ടോളി കാണാൻ ചാൻസ് കൂടുതലാണ്. ലാപ്പീസ് അട്ടോളി കിടന്ന് ഉറങ്ങിയിട്ട് നോക്കാം. The moment of truth. Yes, ഇത് ഇവിടെ വെച്ചു. ഇനി എടുക്കാൻ പോകുന്നു. നമ്മൾ പിക്കാക്സ് വെച്ചു, ഇതും വെച്ചു. ഇതെന്തുവാണ്? ഇതില്ല, എഫിഷ്യൻസി 2 ബ്രോ. കൊള്ളാത്ത എൻജോയ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇതോ അതേതാ എൻജോയ്മെൻറ്റ്? എല്ലാം എൻജോയ് ചെയ്തിട്ടേക്കാം. ചുമ്മാ എന്തോത്തിനാ. എഫിഷ്യൻസി 1 ഷവലിന് പിന്നൊന്നുമില്ല. പിന്നെ ഏതാ? ബെയർ ഓഫ് എന്തോ ഒരു വായിക്കൊള്ളാത്തൊരു പേരാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനെങ്കിലും അടിച്ചു നോക്കാം. നമ്മുടെ ഈ പശുവിനെ അടിക്കുന്നില്ല, എനിക്ക് വയ്യ ഇനി മെനക്കെടാൻ. ബീനെ അടിക്കേണ്ടത്, അതിൻ്റെ കയ്യിൽ നിന്ന് കൊള്ളാൻ വയ്യ. ഒരു ചിക്കൻ പോകുന്നു. ചിക്കൻ ഇത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഒരു തേനീച്ച അടിച്ചു നോക്കാം. ഒരു തേനീച്ചനെ കണ്ടെന്നെങ്കിൽ അടിക്കാൻ സുഖമായേനെ. അത് ചത്ത ബ്രോ, അത് ചത്തത്. എവിടെയാടാ നീയൊക്കെ? എവിടെയാടാ തേനീച്ചകളൊക്കെ? കഴിഞ്ഞ കിടക്കുന്ന പറഞ്ഞാൽ എല്ലാണോ ചത്ത? എല്ലാണോ ചത്തില്ലായിരുന്നല്ലേ? എല്ലാം ചത്ത. ഒരു ഷീപ്പ് ഇപ്പോൾ ഉണ്ട്. ഇനി അതിനും ഒരു ഹേർട്ടും കണ്ടോ ഉള്ളെങ്കിൽ. ഇതെന്തായാലും എനിക്ക് അറിഞ്ഞൂടെ നല്ല എൻജോയ്മെൻ്റ് ആണോ ചീത്ത എൻജോയ്മെൻ്റ് ആണോ എന്ന് നിങ്ങൾ പറ. ഇതിനെന്ത് കിട്ടി? ഷാർപ്നെസ്സോ? ഓക്കെ, ഇനി ഒരു ആക്സ് ടെസ്റ്റ് നടത്തി നോക്കാം. ഞാൻ അറിഞ്ഞ സത്യമാണോന്നറിയാം. ഒരു ആക്സ് ടെസ്റ്റ് നടത്തി നോക്കാം. അയ്യോ, സത്യമല്ലേ? അറ്റാക്ക് ചെയ്യാന്ന് വരുന്നില്ലേ? എന്താണ് അറ്റാക്ക് ചെയ്യാന്ന് വരാത്ത? പീസ്ഫുൾ സീരിയസ് ആയതുകൊണ്ടാണോ എന്തോ?
ഞാൻ പൊതുവെ നടത്താറ് ഇതെൻ്റെ രണ്ടാമത്തെ പീസ്ഫുൾ സീരീസാണ്. അപ്പം ഇതിനാണ് എൻജോയ്മെൻറ്റ് കൂടുതൽ. അത് സോളായതുകൊണ്ടാണ്. ഒരടിക്ക് തന്നെ ചാവുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്തൊരു തീരുമാനമായി. ഇത് എഫിഷ്യൻസി 1 കിട്ടിയ ഒന്നും കിട്ടിയില്ല. ശുഭ എഫിഷ്യൻസി 1 ബട്ട് കോബിൾസ്റ്റോണൊക്കെ മെയിൻ ചെയ്യാൻ എന്താ സുഖം. ഇനി ഞാനാണെങ്കിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് ലെവലുമായി ഈ സാധനം മൊത്തം ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ ദാ വരുന്നത്. 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഒരെണ്ണം കൂടെ വെച്ച് കഴിഞ്ഞാൽ 15 ബുക്കായി ഗൈസ്. അങ്ങനെ അതിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒറ്റൊരു ബുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ചേക്കാം. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇച്ചിരി അലങ്കാരപ്പണികൾക്ക് വേണ്ടി. ഇവിടെ അല്ല, മുകളിൽ നമ്മുടെ ബെഡ്റൂമിൽ. പക്ഷേ ബെഡ്റൂം അല്ല ഇതിപ്പോൾ ചുമ്മാ ഒരു റൂമാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ബിൽഡിങ്സിന് വേണ്ടി ഞാൻ താഴെയാണ് ഇത് വെച്ചേക്കുന്നത്, ഓടി ഒന്ന് കിടന്നുറങ്ങാൻ. ഈ സാധനം എൻജോയ്മെൻ്റാണ്, അതെനിക്കറിയാം. ഞാൻ ചുമ്മാ ഇതിട്ടുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എൻജോയ്മെൻ്റൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊരു സാധനം കൂടെ വെക്കണം. അതിൻ്റെ പേര് ഗ്രൈൻഡ് സ്റ്റോൺ എന്നാണ്. ആ സാധനം വെക്കാൻ കോബിൾ സ്റ്റോൺ വേണം. കോബിൾ സ്റ്റോണിന് അവിടെ 5 കോബിൾ സ്റ്റോൺ ഇരിപ്പുണ്ട്. സ്റ്റോണില്ല. സ്റ്റോൺ സ്ലാബുണ്ടോ ഇല്ല. സാധനം ഉണ്ടാക്കാൻ ഉണ്ട്. സ്റ്റോൺ സ്ലാബ് വേണം. അതിന് കായാണ് ഇവിടെ ഇരിപ്പുണ്ട്. കായാണ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് വരുന്നു ഈ സാധനത്തിൻ്റെ പേര് മറന്നു. കോബിൾ സ്റ്റോൺ മുകളിൽ വെച്ചിട്ട് താഴെ ഈ സാധനം വെച്ച് കത്തിക്കാൻ വെക്കൂ. ഇല്ല, എന്തോ കത്തിക്കാൻ വയ്ക്കാം. ഒരു വുഡ് ഇരിപ്പുണ്ട്, അതിനെ ഞാൻ കത്തിക്കാൻ വെച്ചത്. കിടന്നുറങ്ങാൻ സമയമായി. ഓക്കെ മച്ചന്മാരെ, നമ്മൾ കിടന്നുറങ്ങി. ഒരു നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ പോകണം. നമ്മൾ ഒരു വട്ടം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലാബ് ഉണ്ടാക്കി വുഡ് 40 ഇരിപ്പുണ്ട്. സ്റ്റിക്ക് ഉണ്ടാക്കി. ഓക്കെ, ഇത് 2 എണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ടോ? ഈ 2 എണ്ണം ഉണ്ടാക്കി വെച്ചേക്കാം. ചുമ്മാ രസത്തിന് 2 എണ്ണം ഉണ്ടാക്കി വെച്ചേക്കാം. ചുമ്മാ രസത്തിനാണ്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടങ്ങ് വെച്ചേക്കാം. ഓക്കെ, ഇതിങ്ങനെ വയ്ക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ. ഇനി ഫസ്റ്റ് ചെയ്യണത് നല്ലൊരു എൻജോയ്മെൻറ്റ് കണ്ടുപിടിക്കണം. നമ്മളിതൊന്ന് ഐശ്വര്യമായിട്ട് നമ്മുടെ ഇതങ്ങോട്ട് വയ്ക്കാം. എന്തുവാ, കുറച്ച് നേരം ഇത് തന്നെ ആയിരിക്കും. ഇപ്പം നല്ല വെള്ളം കിട്ടുമ്പോൾ പറയാം. അങ്ങനെ അൺബ്രേക്കിങ് എഫിഷ്യൻസിയും കിട്ടി. ഇനി നമുക്ക് ഒരു ബുക്കും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ബുക്കിടാൻ ആൻവില്ല് വേണം. ആൻവില്ലിന് അയണില്ല. അയണുണ്ട്, ബട്ട് അയൺ സ്മെൽറ്റ് ആക്കാൻ വെച്ചേക്കുന്നേ ഉള്ളൂ. ബുക്ക് എടുക്കുന്നതിനെക്കാട്ടും നല്ല ഇങ്ങനെ അൺബ്രേക്കിങ് കൂടെ കിട്ടി. ബട്ട് എനിക്കൊരു സിൽ ടച്ചാണ് വേണ്ടുന്നത്. വീണ്ടും ഗ്രൈൻഡ് ചെയ്യാം. സിൽ ടച്ച് അല്ല, ഫോർച്യൂണാണ് വേണ്ടുന്നത്. വീണ്ടും ഗ്രൈൻഡ് ചെയ്യാം.
എഫിഷ്യൻസി 1 അൺബ്രേക്കിംഗ് ഇത്. എഫിഷ്യൻസി 1 അൺബ്രേക്കിംഗ് 1 അൺബ്രേക്കിംഗ് 1 അൺബ്രേക്കിംഗ് 1. Efficiency unbreaking 1. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു, കുറേ ലെവലപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടിയോന്ന്. അൺബ്രേക്കിംഗ് 1 അൺബ്രേക്കിംഗ് 2. എന്താ പറയാനാന്ന് പറ. ഇവിടെ ഇതെന്തോടെ അൺബ്രേക്കിംഗ് 1 മാത്രമേ ഉള്ളൂ. ഞാൻ പോകുന്നു. ഇന്നത്തെ നമ്മുടെ ഇതിൽ ഇതൊന്നും ഒപ്പിക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.